രാത്രിയാണ് സംസ്ഥാനത്തേക്ക് പിക്കപ്പ് വാഹനത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന പടക്കമടക്കമുള്ള സാധനങ്ങൾ സുൽത്താൻ ബത്തേരി പോലീസ് പിടികൂടിയത്. സുൽത്താൻ ബത്തേരി ടൗണിന് സമീപം വെച്ചായിരുന്നു ഇവരെ പിടികൂടിയത്. സംഭവത്തിൽ വാഹനത്തിന്റെ ഡ്രൈവറും സഹായിയും പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് നാഗപട്ടണം സ്വദേശി കതിർവേൽ, ശിവഗംഗ സ്വദേശി വൈരവൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പടക്കങ്ങൾ കൊണ്ടുവന്നതിന് കേസെടുത്തു. 72 ബോക്സുകളിലായി സൂക്ഷിച്ചിരുന്ന 1589 കിലോഗ്രാം പടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന പടക്കങ്ങളാണിവയെന്നും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന പടക്കങ്ങൾ ലൈസൻസും സുരക്ഷയുമില്ലാതെയാണ് വിൽപ്പന നടത്തുന്നതെന്നും ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. പല ഡിപ്പാർട്ട്മെന്റുകളുടെയും NOCകൾ വാങ്ങിക്കൊണ്ട് നടത്തുന്ന പടക്കക്കടകളെ മറികടന്നുകൊണ്ട് യാതൊരു ലൈസൻസോ പേപ്പറുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഓൺലൈനിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് വിൽപ്പന നടത്തുന്ന ആളുകളുടെ പടക്കങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനാൽ ഇത്തരം അനധികൃത പടക്ക കച്ചവടത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പിടിച്ചെടുത്ത പടക്കം പോലീസ് ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കുമെന്നും നിരവധി പേർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത പടക്കമാണ് കൊണ്ടുവന്നതെന്നുമാണ് പോലീസ് വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, വയനാട്.